എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുകയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ ഗണ്യമായിട്ടുള്ള ഒരു കുറവിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വാരണാസിയിൽ നടക്കാൻ പോകുന്നത് ഒരു ബൈപോളാർ ഫൈറ്റാണ്. അതായത് ത്രികോണമല്ല, കൃത്യമായിട്ടുള്ള ഒരു ബൈപോളാർ ഫൈറ്റാണ് നടക്കുന്നത്. വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ജയിച്ചത് 4,79,000 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ, അതായത് ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഭിന്നിച്ചു പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്തവണ അങ്ങനെ ഭിന്നിപ്പിക്കൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടേറും. വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ നേടിയെടുത്താൽ മാത്രമേ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 62 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ 17 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് അവിടെ മാറ്റിവെക്കുന്നത്. ഇന്ത്യ മുന്നണി സഖ്യം വൻ വിജയകരമായിരുന്നു ഉത്തർപ്രദേശിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഒരു ഘട്ടത്തിൽ പോലും അതിനകത്ത് സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. BJPക്കുള്ളിൽ തന്നെ പടലപ്പിടക്കം ഉള്ള നേതാക്കളെ കൃത്യമായി സമാജ്വാദി പാർട്ടിയിലേക്ക് എത്തിക്കാൻ കുറേയധികം ശ്രമിച്ചു. അത് വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ സമാജ്വാദി പാർട്ടി മാത്രമല്ല, കോൺഗ്രസിനും കാര്യമായിട്ടുള്ള മുൻതൂക്കം പല മേഖലകളിലും ഇത്തവണ കിട്ടും എന്ന പ്രവചനമാണ്. കോൺഗ്രസിന് ഒരുപക്ഷെ 4 മുതൽ 5 വരെ സീറ്റുകൾ ലോക്സഭയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും. അതിൽ അമേത്തി കൂടി ഉൾപ്പെടും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അമേത്തിയിൽ ഇക്കുറി രാഹുൽ ഗാന്ധിയും മാറ്റുരയ്ക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്മൃതി ഇറാനിയുടെ ഗർവ് അവസാനിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ്. ഇക്കുറി സമാജ്വാദി പാർട്ടിയും അതുപോലെ കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അമേത്തിയിൽ തീർച്ചയായും വിസ്മയം സൃഷ്ടിക്കാൻ കഴിയും